ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. എൻ്റെ കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. പെരുന്നാളിൻ്റെ ഞാൻ കുറച്ച് ലേറ്റ് ആയിടാൻ അധികം കാര്യമായിട്ടൊന്നും എടുത്തിട്ടില്ല കേട്ടോ. മക്കൾക്ക് മെയിലാഞ്ചി ഇട്ട് കൊടുത്ത് പിറ്റേ ദിവസം കാലത്ത് ഞങ്ങൾ പത്തിലും ചിക്കൻ കറിയാണ് കേട്ടോ ആക്കിയത്. എല്ലാവരും ഒന്ന് അവസാനം വരെ കണ്ട് ലൈക്കും ഷെയറും സബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഇന്നിതാ നമ്മുടെ പായസം നമ്മുടെ മന്തിയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയാൻ. അങ്ങനെ ഇതാ മന്തിക്ക് മസാല തലേദിവസം കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ആ കൂട്ടി വെച്ച ചട്ടിയിൽ ഞാനൊന്ന് ഫ്രൈ ആക്കാമെന്ന് വിചാരിച്ചു. ഒപ്പം തന്നെ അരി കുതിരാൻ വെച്ചിട്ടുണ്ട്. പിന്നെ സേമിയ പായസം ഉണ്ടാക്കണത് കേട്ടോ. ഇത് വറുത്ത സേമിയാണ്, ഡബിൾ ഹോഴ്സിൻ്റെ, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണം. എല്ലാവരും പെരുന്നാളൊക്കെ അടിച്ചുപൊളിയായി ആഘോഷിച്ചു എന്ന് വിചാരിക്കണം. നമ്മളും അതുപോലെ തന്നെ സന്തോഷമായി പെരുന്നാളൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഇതാ പായസം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ കുറച്ച് ഏലക്ക ഒപ്പിട്ട് കൊടുത്താൽ നല്ല സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ നന്നായി ചൂടായി കയറി വന്നു. അങ്ങനെ ഏലക്കൊന്ന് വെറുതെ ഒന്ന് ചതച്ചിട്ടാണ് ഇട്ട് കൊടുക്കണം കേട്ടോ. അതിൽ കൂടെ തിളച്ച് വരുമ്പോൾ ആ പായസത്തിന് അതിൻ്റെ ഫ്ലേവർ നന്നായിട്ട് കിട്ടും കേട്ടോ. ഇത് കൂടാതെ നമ്മൾ ലാസ്റ്റിലും കുറച്ച് ഇടും. അങ്ങനെ ഇതൊക്കെ ഒരുവിധം നമുക്കൊന്ന് മറിച്ച് ഇടാനായിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് പായസം റെഡി ആയപ്പോൾ ഞാൻ നെയ്യും അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി ഒന്ന് വറുത്തൊഴിച്ചിട്ടിട്ടുണ്ട്. കുറച്ച് ലൂസാക്കാണ്ട് കേട്ടോ. അത് കുറച്ച് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ച് പാലൊഴിച്ച് ലൂസാക്കണം. പിന്നെ മന്തിക്ക് കുറച്ച് സ്പെഷ്യൽ മസാലയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പായസം കുടിച്ചു. മന്തിയുടെ പീസൊക്കെ സെറ്റായി വരണം. ഇന്ന് സ്പെഷ്യൽ മന്തിയാണ് കേട്ടോ. അതിൽ കുറച്ച് ടൊമാറ്റോ സോസൊക്കെ ഒഴിച്ചിട്ടാണ് കളർ ഇങ്ങനെ ചേഞ്ച് ആയത്. അല്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ല, തെളിഞ്ഞ വെള്ളമായിരിക്കും കേട്ടോ. അങ്ങനെ മന്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിന് നമുക്ക് കുറച്ച് കനലൊക്കെ ഇട്ടിട്ട് ഒന്ന് കുഴച്ച് ആ സ്മെല്ല് വരണമല്ലോ. അപ്പോൾ കുറച്ച് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഫുഡൊക്കെ കഴിക്കണം. അതൊന്നും എടുത്തില്ല കേട്ടോ. അന്നത്തെ ദിവസം ഇവിടെ ഒരു മരണം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ പെട്ടെന്ന് പോയി, അങ്ങനെയൊക്കെയായിരുന്നു ഉണ്ടായത്. പിന്നെ കൂടുതലും ഡീറ്റെയിൽസ് ആയിട്ട് എടുക്കാനതും അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് പോയപ്പോൾ അവിടെ ബിരിയാണി, ചിക്കൻ ബിരിയാണിയും പായസം കാര്യങ്ങളായിരുന്നു. പിന്നെ രാത്രി ഞങ്ങൾ പോയതുകൊണ്ട് ആ ഒരു ബിരിയാണിയുടെ പുറത്ത് പിന്നെ കുറച്ച് ബീഫ് വരട്ടിയത്, നെയ്ച്ചോറൊക്കെ വീണ്ടും ആക്കി. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ കേട്ടോ. ഞങ്ങൾ എത്തിയപ്പോഴേക്കും രാത്രി 10 മണിയൊക്കെ കഴിഞ്ഞിട്ട് കേട്ടോ. 9:30-10 മണി കഴിഞ്ഞിട്ട്. കാരണം നമ്മൾ ഇവിടുത്തെ എല്ലാം കഴിഞ്ഞിട്ടാണ് പോയത്. പിന്നെ നമുക്ക് വേറെ 1-2 ആവശ്യം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ സംസാരിച്ചിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ. അങ്ങനെ ബീഫൊക്കെ വരട്ടിയതിന് ശേഷം നമ്മൾ ഫുഡൊക്കെ ഒന്ന് ഇടയിൽ വെച്ച് കഴിച്ചു കേട്ടോ. അതൊന്നും കാര്യമായിട്ട് ഇതിലെടുത്തിട്ടില്ല. അങ്ങനെ നമ്മളിങ്ങനെ കുറേ നേരം സംസാരിച്ചിരുന്നു. പിന്നെ ഇപ്പോൾ എന്തൊക്കെയോ ഡൗട്ട് ഫോണിലത്തേണോ എന്താണെന്നൊക്കെ എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് എടുത്താണ് കേട്ടോ. ഇതോ കാര്യമായിട്ട് ചോദിക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം കാലത്ത് മക്കളൊക്കെ നല്ല ഉറക്കത്ത എണീറ്റിട്ടില്ല. ഇന്ന് നമുക്ക് പിന്നെ എൻ്റെ ചെറിയ രണ്ടാമത്തെ ബ്രദറിൻ്റെ അടുത്തൊക്കെ ഒന്ന് പോവാണ്ട്. അങ്ങനെ രാവിലെ ദോശയും ബീഫ് തേങ്ങ അരച്ച് തലേദിവസത്തെ ബീഫ് ഉണ്ടായിരുന്നു. അതിൽ തേങ്ങ പറഞ്ഞിട്ട് അങ്ങനെ ചായ കുടിച്ച് ഞങ്ങൾ. എന്നിട്ട് മാറ്റി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇപ്പം മോളും കൂടിയും പോണത് എൻ്റെ വേറെ ബ്രദറും ഇവരൊക്കെ അവിടെ താമസത്തിൻ്റെ അടുക്കാണ് പോണത്. അത് കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും ഡ്രസ്സ് മാറിയിട്ടോ പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ കുഞ്ഞു വിശേഷം. പിന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത്. അപ്പോൾ ഇനി വീണ്ടും കുറച്ച് വീഡിയോസും കൂടി നിങ്ങളായിട്ട് ഷെയർ ചെയ്യാണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇഷ്ടമായ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ബൈ, അസ്സലാമു അലൈക്കും.